നിന്നെയെല്ലാം പോലെ അവനും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ലേ? നിന്നെല്ലാം പോലെ തന്നെ അവനും ഒരു കുടുംബം ഉണ്ടായിരുന്നില്ലേ? ബാപ്പയും ഉമ്മയും 3 കുഞ്ഞനിയന്മാരും ഉൾപ്പെടെ ഒരു കുടുംബമായിരുന്നു അവൻ്റെത്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസ് എന്ന പൊന്നുമോനെ കൊല്ലാൻ കൂടെ പഠിച്ച സന്തത സഹചാരികൾ തന്നെ എന്തിന് ഇത്ര നിഷ്ഠൂരമായി അവനെ കൊന്നൊടുക്കി? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇവന്മാർക്ക് എന്ത് കിട്ടി? ഷഹബാസ് എന്ന 15 വയസ്സുകാരൻ ഇന്ന് 6 അടി ഖബറിലാണ്. വെറും 15 വയസ്സ് പ്രായം മാത്രമുള്ള ജീവിതത്തിലേക്ക് തുടക്കം വെച്ചു തുടങ്ങിയ ആ പൊന്നുമോനെ കൊല്ലാൻ മാത്രം എന്ത് കാരണമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? വെൽ പ്ലാൻ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കൂട്ടായ്മ തുടങ്ങി കൊല്ലണം എന്നുള്ള ആഗ്രഹത്തോടെയും വാശിയോടുകൂടി തന്നെയാണ് ആ പയ്യനെ നെഞ്ചക്കൊണ്ട് മാരകമായി അടിച്ചു കൊന്നത്. ഇന്ന് 6 അടി ഖബറിൽ കിടന്നുറങ്ങുന്ന ആ പൊന്നുമോനും ആ പൊന്നുമോന്റെ കുടുംബത്തിനും നീതി കിട്ടിയേ മതിയാവൂ. കാരണം ഇവിടുത്തെ നീതി നിയമങ്ങൾ, ജസ്റ്റിസ് ആൻഡ് റൂൾസ് ആൻഡ് ലോ രണ്ടും രണ്ടാകാൻ പാടില്ല. ചില പ്രത്യേക തരത്തിലുള്ള ആൾക്കാർക്ക് വേറെ നിയമം, സാധാരണക്കാർക്ക് വേറെ നിയമം. അതല്ല, അവന്റെ കുടുംബത്തിനും നീതി കിട്ടിയേ മതിയാവൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാതെ നെഞ്ചു കിടന്ന് പെടയുകയാണ്, മനസ്സ് കിടന്ന് ഉലയുകയാണ്. അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഷഹബാസിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടി പൊരുതുന്ന കൂട്ടുകാരന്മാര്. ആ വീഡിയോ. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലിയ യാത്രയായി, തിങ്ങുമോർമകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ.